ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. എൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെറിയ തൊണ്ടവേനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ടൂർ ബാക്ക് പാക്കിംഗ് ആണ്. അപ്പം നാളെ ഞാൻ എൻ്റെ സ്കൂൾ ടൂർ. ഈ ബുക്കൊന്നും ഞാൻ രാത്രി എടുത്ത് വയ്ക്കാറില്ല. ഈ ടൂർ സംഭവങ്ങളൊക്കെ വരുമ്പോഴാണ് ഞാൻ രാത്രി എല്ലാം എടുത്ത് വയ്ക്കുന്നത്. പിന്നെ ഞാൻ എൻ്റെ മുഖത്തോട്ട് നോക്കുന്ന സമയത്താണ് ക്യാമറയിലോട്ട് നോക്കുന്ന പോലെ തോന്നുന്നത്. ഞാൻ ക്യാമറ നോക്കുമ്പോൾ ഇത് നോക്കുന്നു. അപ്പം ഗൈസ്, ഞാൻ കൊണ്ടുപോകുന്ന ബാഗ് ഇതാണ്. ഇത് എൻ്റെ സ്കൂളിലത്തെ ബാഗാണ്. ഈ ബാഗാണ് ഞാൻ കൊണ്ടുപോകുന്നത്. അതിൻ്റെ കൂടെ ചെറിയൊരു ഹാൻഡ് ബാഗും കൊണ്ടുപോകുന്നുണ്ട്. ഇതെന്നാൽ വെളിയിൽ നമ്മൾ ഈ ബാഗ് വെളിയിൽ ഇറങ്ങുന്ന സമയത്ത് ഈ വലിയ ബാഗ് കൊണ്ടുപോകില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് വെളിയിറങ്ങുമ്പോൾ ഇതിൽ എന്തൊക്കെയുണ്ടോ ഞാൻ പറഞ്ഞുതരാം. ഇതിൽ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. ഒരു ടവലുണ്ട്, ടവൽ കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ക്യാപ്പ് വേണം. ഈ ക്യാപ്പിനകത്ത് വെക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. വെച്ച് നോക്കാം. കയറൂല, ഓഫ്കോഴ്സ് കയറൂല. ഈ ഒരു ടവല് മാത്രം ജസ്റ്റ് ചുമ്മാ ഇതിനകത്തൊന്ന് വയ്ക്കുന്നതേ ഉള്ളൂ. എൻ്റെ ലിബ് കാണുന്നില്ല. ഇത്രയും സംഭവമാണ്. പക്ഷെ ഇത്രയും സംഭവം ഇതുവരെ തുടങ്ങിയില്ല. ഈ ഒരു ബാഗ്, ഈ ഒരു കുട്ടി ബാഗ് വെളിയിറങ്ങുമ്പോൾ മാത്രം ഞാൻ ജസ്റ്റ് ഇട്ടുകൊണ്ട് പോകുന്നുണ്ട്. അതിനകത്ത് സൺസ്ക്രീൻ പിന്നെ ഒരു സാനിറ്റൈസർ ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ നമുക്ക് ഇതിൽ വെച്ച് കൊടുക്കാം. പിന്നെ ഒരു മറ്റേ മൗത്ത് സ്പ്രേ ഇല്ലേ, അതും എടുക്കുന്നുണ്ട്. അതും എനിക്ക് വേണം. അപ്പോൾ അതും കൂടെ കഴിഞ്ഞാൽ ഈ ബാഗിൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ പരിപാടി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നമ്മുടെ വലിയ ബാഗ് പാക്ക് ചെയ്യാം. പിന്നെ ഫസ്റ്റ് വെക്കുന്നത് ക്യാപ്പാണ്. ഏറ്റവും ഫ്രണ്ടിൽ തുറയിൽ വയ്ക്കാം. പിന്നെ വേറൊരു അഡീഷണൽ സംഭവം ഞാൻ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ വാങ്ങിച്ച് പറയുന്നില്ല. നമ്മൾ ഏറ്റവും ഫ്രണ്ടിൽ തുറയിൽ ക്യാപ്പ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ന്യൂസ് പേപ്പർ. ഇപ്പോൾ എൻ്റെ അമ്മയൊക്കെ പറഞ്ഞ് ന്യൂസ് പേപ്പർ ഇട്ടിട്ടിരിക്കുമ്പോൾ ശ്രദ്ധിക്കാൻ വരില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെയാണ്. ന്യൂസ് പേപ്പർ എടുക്കുന്നുണ്ട്. പിന്നെ കവർ, ഉള്ള കവർ, ആ കവർ എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഫുള്ള്, പിന്നെ വേറെ അങ്ങനെ ഒന്നും ആവശ്യം ഇല്ല. കൂടിയിട്ട് അങ്ങനെ ആവശ്യമൊന്നുമില്ല. പിന്നെ വേറെ കുറച്ച് ഐറ്റംസ് വയ്ക്കാം നമുക്ക്. പിന്നെ നമ്മൾ സ്പ്രേ വെക്കുന്നുണ്ട്. അടപ്പില്ലാത്ത സ്പ്രേ ആണ്. പിന്നെ നമ്മൾ സൺസ്ക്രീൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ന്യൂട്രോജീനയുടെ ഒരു സൺസ്ക്രീൻ ആണ്. പിന്നെ നമ്മൾ ഈ ഒരു മോയ്സ്ചറൈസർ, കോം ആൻഡ് വാച്ചും വെച്ച് കൊടുക്കുന്നുണ്ട്. ഓർഡറിലൊന്നല്ല വെക്കുന്നത്, ചുമ്മാ വയ്ക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് റോ കംപ്ലീറ്റ് ആയി. പിന്നെ നമുക്ക് സെക്കൻഡ് റോയിൽ നമ്മൾ വെക്കുന്നത് ഞം തിന്നാനുള്ള സാധനങ്ങളാണ് സെക്കൻഡ് റോയിൽ വെക്കുന്നത്. ഇതാകെ 3 റോ ബാഗാണ്. കപ്പാസിറ്റി ഒക്കെ നല്ല ഉണ്ട്. ബാഗിനകത്ത് ഇതൊക്കെ എവിടെ പറ്റുമുണ്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഫ്രൈസ് എന്നാണ് ഇതിനകത്ത് എഴുതിയിട്ടുള്ളത്. നമ്മുടെ മറ്റില്ല ബാറ്റ് പപ്പടം എന്നൊക്കെ പറയൂലേ, ആ പപ്പടത്തിൻ്റെ വേറെ പപ്പടം. പിന്നെ വന്നിട്ട് 2 ചോക്ലേറ്റാണ്. 2 കാഡ്ബറിയുടെ ചോക്ലേറ്റ്. ഇത് ഞാൻ പറഞ്ഞ് വാങ്ങിച്ചതല്ല, അമ്മ വാങ്ങിച്ചുകൊണ്ടാണ്. ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ വാങ്ങിച്ചതാണ്. പിന്നെ എൻ്റെ ഫ്രണ്ടിന് സെൻറ്റർ ഫ്രഷ് വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഷോപ്പിങ്ങിന് പോയപ്പോൾ സെൻറ്റർ ഫ്രഷ് ഉണ്ടില്ല. അതുകൊണ്ട് ഞാൻ അതേ ടേസ്റ്റുള്ള മെൻഡോസ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിട്ട് കൊടുക്കാം. പിന്നെ ഒരു ബിസ്ക്കറ്റ് ഉണ്ട്, നമുക്ക് അതും കൂടി ഇട്ട് കൊടുക്കാം. അതങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം പുറത്ത് ചേർന്ന റൈസ്. ഇനി ഞാൻ വിചാരിച്ചു ക്യാപ്പ് എടുത്ത് പുറകിലത്തെ റോയിൽ ഇട്ട് കൊടുക്കാം. നല്ല സ്യൂട്ടബിൾ ആയിട്ട് ക്യാപ്പ്. ബ്യൂട്ടി ഐറ്റംസ് ഒക്കെ ഫ്രണ്ടിൽ കിടക്കട്ടെ. ക്യാപ്പ് നമുക്ക് പുറകിൽ വെച്ച് കൊടുക്കാം. അതിനുശേഷം കുട വേണം. കുട വെച്ച് കൊടുക്കുന്നുണ്ട്. ഏറ്റവും ബാക്കിൽ ഞാൻ ഈ പറഞ്ഞ ഈ ഒരു സംഭവം വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ആ മൗത്ത് സ്പ്രേ എടുത്തിട്ട് വരട്ടെ.
നമ്മൾ ചെറിയ ബാഗ് ഇതാണ് കേട്ടോ. ഇത് ഞാൻ ചുമ്മാ അടിച്ച് കാണിച്ചു തരാം. ഇതിന് ഒരു മുട്ടായുടെ ടേസ്റ്റാണ്. തീർന്നു, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഇവിടെ ആയിട്ടൊരു റോ ഉണ്ട്. അപ്പോൾ അവിടെ ഞാൻ വെച്ച് കൊടുക്കാം എല്ലാ സംഭവം. പിന്നെ ഒരു ബണ്ണ് വേണം കേട്ടോ. ഒരു എക്സ്ട്രാ ബണ്ണ് എടുക്കുന്നുണ്ട്. ഇപ്പോൾ ബണ്ണ് വെച്ച് കൊടുക്കാം. തന്നെ ഐലൈനർ ജസ്റ്റ് ചുമ്മാ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ലിപ്സ്റ്റിക്ക് എടുക്കണോ വേണ്ടേന്ന് ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട്. ലിപ്സ്റ്റിക്ക് എടുക്കാം. പിന്നെ കോസ്മെറ്റിക് ഐറ്റംസ് ഒക്കെ തന്നെയാണുള്ളത്. അപ്പോൾ അതങ്ങനെയൊക്കെ വെച്ച് നമ്മൾ അടച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ടൂർ പോകുന്ന ദിവസത്തിൻ്റെയാണ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. എനിക്ക് ഒരു വലിയ സാധനം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ബാക്ക് പാക്കിൽ. അങ്ങനെ ഞാൻ ആദ്യം ഒരു വലിയ സ്പ്രേ എടുക്കാമെന്ന് വെച്ചാൽ പിന്നെ ഞാൻ ചെറുതെടുക്കാമെന്ന് വെച്ചു. അങ്ങനെ ഇതൊക്കെ കൂടെ ഇത്രയും വലുതാണ് നമ്മുടെ ഈ ഒരു കുട്ടി ബാഗിൽ ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഡ്രസ്സ് എടുക്കണമെന്ന് പറഞ്ഞാൽ യൂണിഫോം എന്തായാലും എൻ്റെ കയ്യിൽ 2 ഉണ്ട്. പക്ഷെ ഒന്ന് കഴുകിയിട്ടില്ല. ഇവിടെ ഇപ്പം ഭയങ്കര മഴയല്ലേ. ലാസ്റ്റായിട്ട് ഞാൻ ഞങ്ങളുടെ ടൂർ എവിടെയാണ് പോകുന്നതെന്ന് പറയാം. ഞങ്ങൾ പോകുന്നത് ആദ്യം ട്രിവാൻഡ്രം, പാലോട്, ബൊട്ടാണിക്കൽ ഗാർഡനിൽ പോകുന്നുണ്ട്. പിന്നെ തെന്മല പോകുന്നുണ്ട്. ഞാൻ തെന്മല ഒത്തിരി തവണ പോയിട്ടുണ്ടെങ്കിലും ചുമ്മാ പോകാമെന്ന് വെച്ചു. അപ്പം അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത്രയ്ക്കൊന്നും ഇല്ല. പിന്നെ ജലൂസിനെടുക്കണം. ജലൂസിനെ എടുക്കാൻ മറന്നു. ഇത്രയും സാധനങ്ങളുള്ളത്. ഛർദ്ദിക്കുന്ന സമയത്ത് മുട്ടയൊക്കെ തിന്നുമെന്ന് ആർക്കറിയാം. പിന്നെ ഒരു ഫ്രൂട്ടിയും കൂടെ ഉണ്ട് കേട്ടോ. അത് ഫ്രിഡ്ജിൽ ഇരിക്കുകയാണ്. അത് ഞാൻ രാവിലെ മക്ക കുടിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം മറ്റു വീഡിയോ കാണുന്നവരെ ബൈ.